ഇത് ഗോപാലകൃഷ്ണൻ, വയസ്സ് 25. കഴിഞ്ഞ 3 വർഷമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ രോഗിയാണ്. വ്രണങ്ങളുടെ വേദനയും റേഡിയേഷന്റെ അടയാളങ്ങളും നിരാശ പൂണ്ട മനസ്സുമായി മോർഫിന്റെ മണമുള്ള ഗോപാലകൃഷ്ണൻ RCCയുടെ ചികിത്സാമുറികളിൽ ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ്. തന്റെ സിരകളിലൂടെ പൊള്ളുന്ന മരുന്നൊഴുകുമ്പോൾ അതിൽ ജീവന്റെ നക്ഷത്രങ്ങളെ തിരയുകയാണ് ഗോപാലകൃഷ്ണൻ. ഇന്ന് വേദനയുടെയും നിസ്സഹായതയുടെയും നടുവിലുടവുന്ന ഈ ചെറുപ്പക്കാരൻ ഒരിക്കൽ സുന്ദരനായിരുന്നു, സുമുഖനായിരുന്നു. ഒരിടത്തരം കുടുംബത്തിലെ ഏക മകനായ ഗോപാലകൃഷ്ണനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. സ്നേഹം കൊടുത്ത് താലോലിച്ചപ്പോഴെല്ലാം മോൻ വലിയ ആളാകുന്നതും തങ്ങളുടെ പ്രാരബ്ധങ്ങൾ മാറുന്നതും അവനെ നാട്ടുകാർ ആദരിക്കുന്നതുമൊക്കെ അവർ സ്വപ്നം കണ്ടു. ഗോപാലകൃഷ്ണൻ അച്ചടക്കമുള്ള, പഠിപ്പിൽ മിടുക്കനായ കുട്ടിയായിരുന്നു. പാട്ടുപാടുകയും ചിത്രം വരയ്ക്കുകയും ചെയ്യുന്ന കൊച്ചു കലാകാരൻ. പത്താം ക്ലാസ് വരെ നന്നായി പഠിച്ചിരുന്ന അവന് പുതിയ ചില കൂട്ടുകാരെ കിട്ടി. വെറും പുസ്തകപ്പുഴുവായി നശിപ്പിച്ചു കളയാനുള്ളതല്ല ജീവിതമെന്നും ജീവിതത്തിൽ ആനന്ദത്തിന്റെയും ഉല്ലാസത്തിന്റെയും അനേകം ലഹരികളുണ്ടെന്നും അവർ ഗോപാലകൃഷ്ണന് പറഞ്ഞുകൊടുത്തു.
കൗമാരത്തിന്റെ പ്രക്ഷുബ്ധ മനസ്സിലേക്കാണ് പണക്കൊഴുപ്പിൽ ജീവിതം പുനർനിർവചിച്ച പൊങ്ങച്ചക്കാരുടെ മക്കൾ വിഷം പുരണ്ട വാക്കുകൾ ഇട്ടുകൊടുത്തത്. ദുരഭിമാനവും അപകർഷതാബോധവും പുതുമയോടുള്ള കൗതുകവുമൊക്കെ മൂർധന്യത്തിലെത്തുന്ന കൗമാരത്തിൽ ആ വാക്കുകൾ ഗോപാലകൃഷ്ണന്റെ ഉറക്കം കെടുത്തി. തന്റെ പൗരുഷം തെളിയിക്കാൻ ഉറച്ച അവൻ ഒരു ദിവസം സുഹൃത്തുക്കൾ കൊടുത്ത പാൻ മസാല പാക്കറ്റിൽ നിന്നും ഒരു നുള്ളു നുണഞ്ഞു. കൊള്ളാം, നല്ല സുഗന്ധം, നല്ല രുചി, ചെറുതായി തല കറങ്ങുന്നുണ്ട്. എങ്കിലും ഒരു പ്രത്യേക സുഖം, ലഹരി. ഗോപാലകൃഷ്ണന് പിറ്റേ ദിവസവും ലഹരി മസാല കിട്ടി. ചുരുക്കം ഇത്രമാത്രം: കേവലം ഒരു മാസം കൊണ്ട് ഗോപാലകൃഷ്ണൻ പാൻ മസാലയുടെ അടിമയായി. ക്ലാസ്സുകാരൻ ക്ലാസ് കട്ട് ചെയ്ത് ഗ്രൗണ്ടിലും വഴിയോരത്തും തെരുവുകളിലും അലയാൻ തുടങ്ങിയപ്പോൾ അക്കാര്യം അധ്യാപകരും അഭ്യുദയകാംക്ഷികളും അയാളുടെ അച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സ്കൂളിന്റെ സമീപത്തുള്ള കടയിൽ നിന്ന് പാൻ മസാല വാങ്ങാനായി അച്ഛന്റെ പേഴ്സിൽ നിന്നും ഗോപാലകൃഷ്ണൻ പണം മോഷ്ടിച്ചു തുടങ്ങി. പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു തുടങ്ങി. ഭക്ഷണത്തിലും കളികളിലും താൽപര്യമില്ലാതായി.
ദുശ്ശീലത്തിനടിമകളായി പണക്കൊഴുപ്പിൽ വിലസുന്നവരോട് ഗോപാലകൃഷ്ണനെ ചീത്തയാക്കരുതേ, അവന്റെ ജീവിതം നശിപ്പിക്കരുതേ എന്ന് പലതവണ അവർ പറഞ്ഞു. പക്ഷേ മർദ്ദനവും അസഭ്യങ്ങളുമായിരുന്നു പ്രതിഫലം. ഗോപാലകൃഷ്ണനെ സ്നേഹിച്ചിരുന്ന കൂട്ടുകാർ അവനെ ഈ ശീലത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാം ബധിരകർണത്തിൽ വീണ വാക്കുകളായി മാറി. ചോദ്യം ചെയ്തപ്പോഴൊക്കെ വിദഗ്ധമായി കള്ളം പറഞ്ഞ് അച്ഛനെ കബളിപ്പിക്കാനും ഗോപാലകൃഷ്ണൻ പഠിച്ചു. ഒരിക്കൽ ക്ലാസ്സിൽ ഒന്നാമനായിരുന്ന ആ മിടുക്കൻ 10ാം ക്ലാസ്സിൽ തോറ്റുപോയെന്ന വാർത്ത രക്ഷിതാക്കളെ ഞെട്ടിച്ചു. അച്ഛന്റെ ശകാരങ്ങൾക്ക് മറുപടി പറയാനും ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കാനും പാൻ മസാലയുടെ മായാവലയത്തിൽ പെട്ടുപോയ ഈ കൗമാരക്കാരന് കഴിഞ്ഞു. പാൻ മസാല വളരെ എളുപ്പത്തിൽ ആസക്തി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ്. ഞങ്ങൾ റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമത്തിൽ ചില പഠനങ്ങൾ നടത്തിയ സമയത്ത് എന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. ഒരു കുടുംബത്തിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ കുടുംബത്തിലെ ഗൃഹനാഥയും അവരുടെ സഹോദരിയും ആ ഗൃഹനാഥയുടെ 3 കുട്ടികളും ഇരുന്ന് പാൻ മസാല കഴിക്കുന്ന രംഗമാണ് കണ്ടത്. അപ്പോൾ 2-2.5 വയസ്സുള്ള ഒരു കൊച്ച് അമ്മയുടെയും വല്യമ്മയുടെയും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ പാൻ മസാല ഒരു പാക്കറ്റിൽ നിന്ന് നുള്ളി വായിലിടുന്ന കണ്ടിട്ട് ഞങ്ങൾ അത്ഭുതപ്പെടുകയുണ്ടായി. അഡിക്ഷന്റെ ലെവല് ഏറ്റവും ചെറിയ കുട്ടികളിൽ പോലും എന്തുമാത്രം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിരുന്നു. അത് കൂടാതെ വേറൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആ വീട്ടിലെ അന്നേരം അവിടെ ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികളും പാൻ മസാല ഉപയോഗിക്കുന്നവരായിരുന്നു. അവരിലൊക്കെ 3 വയസ്സ്, 5 വയസ്സ്, 9 വയസ്സ് എന്നീ പ്രായമുള്ള കുട്ടികളിലും ആ കുട്ടിയുടെ അച്ഛനിലും അമ്മയിലും സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്നുള്ള രോഗമുള്ളതായിട്ട് കണ്ടു. കുടുംബത്തിന്റെ പ്രതീക്ഷ തകർത്തു കളഞ്ഞ ഗോപാലകൃഷ്ണൻ ഒരു വർക്ക്ഷോപ്പിൽ പരിശീലനത്തിന് പോയി തുടങ്ങി. തനിക്ക് പാൻ മസാല ചവയ്ക്കാനും വല്ലപ്പോഴുമൊക്കെ വർക്ക്ഷോപ്പിലെ കൂട്ടുകാരുമൊത്ത് മദ്യപിക്കാനും അവന് ചെറിയ തുക കൂലിയായി കിട്ടി. വീട്ടിൽ വല്ലപ്പോഴുമുള്ള സന്ദർശകനായി അയാൾ മാറി.
പാൻ മസാല കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. അവർ കടലിൽ കമ്പവല ഇടാനായിട്ട് പോകുമ്പോഴും കടലിൽ തുഴഞ്ഞ് അങ്ങ് അകത്തോട്ട് ഉൾക്കടലിലോട്ട് പോകുമ്പോഴും വീഡിയോ സിഗരറ്റോ അവർക്ക് വലിക്കാൻ സാധിക്കത്തില്ല, കാറ്റുകൊണ്ട് കെട്ടുപോകും. എന്നാൽ പാൻ മസാല വായിലിട്ട് അലിച്ച് ഉറക്കമിളയ്ക്കുവാനായിട്ട് പലരും അത് ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ഈ മരപ്പണി ചെയ്യുന്ന കാർപ്പന്റേഴ്സ് അവരത് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൽത്തൊഴിലാളികൾ, മേസ്തിരിമാരൊക്കെ, അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ലോറി ഡ്രൈവർമാർ, ഇവരൊക്കെ ലോറി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഈ പാൻ മസാല വായിലിട്ട് അലിക്കാറുണ്ട്. യുവജനങ്ങളിലാണ് വളരെ കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് പിയർ ഗ്രൂപ്പ് പ്രഷർ കൊണ്ടാണ് പലരും ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നത്. ഉദാഹരണമായിട്ട് പലരും നീ ഇതൊന്ന് രുചിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു കഴിയുമ്പോൾ ഒന്ന് രുചിച്ചു കഴിഞ്ഞാൽ അതിന് അടിമയായി തീരുകയാണ് ചെയ്യുന്നത്. ഈ ഉന്മാദജന്യ വസ്തുവിന്റെ മാന്ത്രിക വലയത്തിൽപ്പെട്ട് അനാരോഗ്യവും അരാജകത്വവും ബാധിച്ച ഗോപാലകൃഷ്ണന്റെ ജീവിതം പ്രതീക്ഷകളൊന്നുമില്ലാതെ കടന്നുപോയി. ഇതിനിടെ അയാൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുമായി. ഇരുപതാം വയസ്സിലാണ് തനിക്ക് ഭക്ഷണത്തിന്റെ രുചി അറിയാൻ കഴിയുന്നില്ല എന്ന് അയാൾക്ക് മനസ്സിലായത്. തന്നെയുമല്ല, ചൂടും എരിവും കഴിക്കാൻ പ്രയാസവും, കവിളുകളിലെ മാംസപേശികൾ വലിഞ്ഞു മുറുകുന്നത് പോലെ. ഗോപാലകൃഷ്ണൻ ഡോക്ടറെ കണ്ടപ്പോൾ കിട്ടിയ ഉപദേശം ഇതായിരുന്നു: പാൻ മസാല ഉടൻ നിർത്തുക. പക്ഷേ തന്നെ കൊണ്ടതിന് കഴിയില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. ഈ പാൻ മസാല കഴിക്കുന്നവരിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഉദാഹരണമായിട്ട് പാൻ ഏത് സ്ഥലത്താണ് ഒതുക്കി വെക്കുന്നത് അവിടെ ചില വെള്ള ചുളിവുകൾ, ചുക്കി ചുളിവുകളായിട്ടാണ് ഈ രോഗം പ്രത്യക്ഷപ്പെടുന്നത്. പലരും ഈ കവിളിന്റെ കോണിലാണ് പാൻ ഒതുക്കി വെക്കുന്നത്. കവിളിന്റെ കോണിൽ ഒതുക്കി വെക്കുന്നവർക്ക് ആ സ്ഥലത്ത് മാത്രം മുളകരച്ച എരി കൂട്ടാനുള്ള, കറികൾ കൂട്ടാനുള്ള പ്രയാസം, പിന്നെ ആ സ്ഥലത്ത് ചില വെളുത്ത ചുക്കി ചുളിവുകൾ ഉണ്ടായിരിക്കും. ഈ കണ്ടീഷന് സബ് മ്യൂക്കസ് ഫൈബ്രോസിസ് എന്നാണ് പറയുന്നത്. ചില നാക്കിനടിയിലാണ് പാനിടുന്നത്. നാക്കിലടിയിൽ പാനിടുന്നവർക്ക് നാക്കിന്റെ അടിയിൽ ഇതുപോലെയുള്ള ചില വെള്ളപ്പാടകൾ ഉണ്ടാക്കാവുന്നതാണ്. ചിലർക്ക് എരി കൂട്ടാൻ പ്രയാസം മാത്രമല്ല, നാക്കില് വെളുത്ത് വിളറി, നാക്കും കവിളും ചുണ്ടുമൊക്കെ വെളുത്ത് വിളറിയ ചില അവസ്ഥകൾ ഉണ്ടാക്കാം. ഈ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈ ദുശീലം ഒഴിവാക്കുകയും ചില ഔഷധങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ ഇത് ക്യാൻസർ ആകാതെ നമുക്ക് തടയുവാനായിട്ട് സാധിക്കും. സബ് മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന രോഗത്തെ അവഗണിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ ഓട്ടോറിക്ഷ ഓടിച്ചും പാൻ മസാല ചവച്ചും ഇടയ്ക്കിടെ മദ്യപിച്ചും ജീവിതം വലിച്ചിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഒരു ദിവസം പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രഷിൽ ചോര. കവിളിൽ ബ്രഷ് കൊണ്ട് മുറിഞ്ഞതാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ വെള്ള നിറത്തിലുള്ള ഒരു പാട, അതിനുള്ളിൽ വ്രണം. ആദ്യം അത്ര കാര്യമാക്കിയില്ല.
ക്രമേണ വേദന കൂടിയപ്പോൾ ഡോക്ടറെ കാണിച്ചു. മൂന്നാഴ്ചത്തെ മരുന്ന് പ്രയോജനമില്ല. ഡോക്ടർക്ക് കാര്യം മനസ്സിലായി. തിരുവനന്തപുരം RCCയിലേക്ക് റഫറൻസ് കത്ത് കൊടുത്തിട്ട് ഗോപാലകൃഷ്ണനോട് ഡോക്ടർ പറഞ്ഞു, നാളെ തന്നെ RCCയിൽ പോയി വിശദമായ പരിശോധന നടത്തണം. സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ക്യാൻസറിന്റെ മുന്നോടി എല്ലാം ക്യാൻസറായി മാറത്തില്ല. ഒരു 10 മുതൽ 15% വരെ ആളുകൾക്ക് ഒരു 15 വർഷത്തിനകത്ത് ഇത് ക്യാൻസറായി മാറും. ക്യാൻസറായി മാറുന്നതിന്റെ രോഗലക്ഷണം അതിൽ ഈ ചുക്കിച്ചുളിവുകളും വെള്ളപ്പാടുകളും ഒക്കെ കാണുന്നതിൽ ചെറിയ വ്രണങ്ങൾ, ചെറിയ വിള്ളലുകളും വെടിച്ചിലുകളും, ചില പുറ്റുപോലെയുള്ള വളർച്ചകൾ, ഇതൊക്കെയാണ് അത് ക്യാൻസറായി മാറുന്നതിന്റെ രോഗലക്ഷണം. ഈ പാൻ മസാല ഉപയോഗിക്കുന്ന ഒരു വ്യക്തി പുക വലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വെറും പാൻ മസാല മാത്രം ഉപയോഗിക്കുന്നവരെക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ്. മദ്യം ഒരു നല്ല ലായകമായതിനാൽ ഈ പാൻ മസാലയിലുള്ള നൈട്രോസമീൻസ് അതിൽ ലയിക്കുകയും രണ്ടും കൂടെ പ്രതിപ്രവർത്തിച്ച് ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് കൂട്ടുകയും ചെയ്യുന്നു. വളരെ നേരത്തെ കണ്ടുപിടിക്കുകയും ഉചിതമായി ചികിത്സിക്കുകയും ചെയ്താൽ ഈ വായിലെ ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ പരിപൂർണമായിട്ടും സുഖമാക്കാവുന്ന ഒരു അസുഖമാണ്. പക്ഷേ ഗോപാലകൃഷ്ണൻ RCCയിൽ പോയില്ല. പകരം അയാൾ ഒരു മുറിവൈദ്യനെ കണ്ടു. സാധാരണ പോലെ കുറെ എണ്ണയും പച്ചമരുന്നും. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ ഗോപാലകൃഷ്ണന്റെ കവിളിൽ ഒരു ദ്വാരം. പിഴച്ചവനെന്ന് കരുതി ഉപേക്ഷിച്ചെങ്കിലും മകന്റെ വേദന കണ്ടപ്പോൾ ആ പിതാവിന്റെ ദേഷ്യമൊക്കെ പോയി. ഗോപാലകൃഷ്ണനെ RCCയിലെത്തിച്ചു. യൗവനം ഇത്രയും ധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു അവസ്ഥയിൽ എത്തിയതിൻ്റെ പ്രധാന കാരണം ഈ പുകയിലയുടെ ഉപയോഗം കൊണ്ടാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ ഗോപാലകൃഷ്ണന് 2 ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ റേഡിയേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ആ ചെറുപ്പക്കാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിസ്സാരമായി തുടങ്ങിയ ഒരു ദുശ്ശീലം, പാൻ മസാല എന്ന ഒരു പദാർത്ഥം കൊണ്ട് വന്ന ഒരു അവസ്ഥയാണിത്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ അസുഖം 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരെ സ്ത്രീകളിലുമാണ് ഇത് കണ്ടുവന്നിരുന്നത്. അതായത് അവർ മുറുക്കുന്നുണ്ടെങ്കിൽ പോലും 50 വയസ്സ് 60 വയസ്സ് ആകുമ്പോഴേ ക്യാൻസർ വരാറുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 15 വയസ്സുള്ള കുട്ടികൾ പോലും ഈ ക്യാൻസർ ബാധിച്ച് ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. ഒരു ക്യാൻസർ വിദഗ്ധൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ പാൻ മസാല അതുപോലെയുള്ള മറ്റുള്ള പദാർത്ഥങ്ങൾ പൂർണ്ണമായും നിരോധിക്കണമെന്നുള്ളതാണ്. തനിക്ക് പറ്റിയ പിഴവെന്തെന്ന് മനസ്സിലാക്കാൻ ഗോപാലകൃഷ്ണന് ഒരു ക്യാൻസർ വേണ്ടി വന്നു. രോഗം മൂലമുള്ള വേദന, ശാരീരികമായ മറ്റവശതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ചികിത്സയുടെ സങ്കീർണതകൾ, ഇതിനൊക്കെ ഉപരി മരണഭീതിയും. കഴിഞ്ഞ 5 വർഷത്തെ നരകതുല്യമായ ജീവിതാനുഭവങ്ങൾ, രോഗപീഠകൾ ഗോപാലകൃഷ്ണനെ പുതിയൊരു മനുഷ്യനാക്കിയിരിക്കുന്നു. ദുശ്ശീലം കൊണ്ട് കുടുംബത്തിന്റെയും നാടിന്റെയും സ്വപ്നം പാഴാക്കി കളഞ്ഞത്, സ്വന്തം ജീവിതം നശിപ്പിച്ചു കളഞ്ഞത് പാൻ മസാലയോടുള്ള ആസക്തിയായിരുന്നുവെന്ന് ഇന്നയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ചെറുപ്പക്കാരന്റെ പശ്ചാത്താപ വചനങ്ങളിൽ ആർജവമുണ്ട്. അയാളുടെ വാക്കുകളിൽ ഹൃദയരക്തമുണ്ട്. സമൂഹത്തിനുള്ള മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് എൻ്റെ ജീവിതം തകർന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. എനിക്കിനി മുന്നോട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയാം. മാതാപിതാക്കൾക്ക് എന്നെക്കുറിച്ചും നിരവധി പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നാൽ പാൻ മസാലയോടുള്ള അമിത ആസക്തി മൂലം എൻ്റെ ജീവിതം ഈ അവസ്ഥയിലെത്തി.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങളാരും ഈ ഒരു ദുശീലത്തിന് അടിമയാകരുത്. എൻ്റെ അവസ്ഥ ലോകത്ത് ആർക്കും വരുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ